കർക്കിടകം ഇങ്ങ് അടുത്തെത്തി കേട്ടോ. നമ്മുടെ പറമ്പിലുള്ള ഇതുപോലുള്ള ചേമ്പിൻ താളും ഇലകളും എല്ലാം എടുത്ത് ഈ മാസം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ചൊറിയുന്നതും ഉണ്ട്, ചൊറിയാത്തതും ഉണ്ട്. ഇത് ചൊറിയാത്ത നല്ല ചേമ്പാണേ. ഈ ചേമ്പിൻ താളിൻ്റെ പുറത്തെ തൊലി എന്ന് കളഞ്ഞിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊണ്ടുവരാം. 1 കിലോ കപ്പ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ചധികം വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയണേ. അതിൻ്റെ ആ കട്ട് ചുവ പോകാനായിട്ടാണ്. അതിനുശേഷം ഞാൻ വേറെ കുറച്ച് വെള്ളത്തിൽ ആ ഊറ്റിയെടുത്ത കപ്പയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് വേവിക്കുകയാണ്. ആ സമയം നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ വെന്തോന്ന് നോക്കാം. ഈ സമയത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ കപ്പ. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പും താളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ കപ്പയും താളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരണം. ഒരുപാട് തിളച്ച് പോകണ്ട. തേങ്ങയുടെ അരപ്പ് പച്ചച്ചോവ മാറാനാണ്. ഈ പാകമാകുമ്പം കറി മാറ്റി വെച്ചിട്ട് നമുക്ക് ചട്ടിയിലിട്ട് കടുക് പൊട്ടിച്ച് അല്പം ചുവന്നുള്ളി, ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ട് മുരിച്ച് ഒരു സ്വല്പം മുളക് പൊടിയും കൂടി ചേർത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ആ പറമ്പിലും ഇതുപോലുള്ള താളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് കറി വെക്കണേ.